തമിഴ്നാട്ടിലെ തേനിയിൽ 3 വർഷം മുമ്പ് കാണാതായ യുവാവിനെ കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തി. മൃതദേഹം വെട്ടിനുറുക്കി പുഴയിൽ തള്ളിയ സംഭവത്തിൽ പിതാവിനെയും 2 സുഹൃത്തുക്കളെയും തമിഴ്നാട് ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. തേനി MGR നഗർ സ്വദേശി 20-കാരനായ ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ശ്രീകാന്തിന്റെ പിതാവ് ബാലമുരുകൻ, സുഹൃത്തുക്കളായ അലക്സ്, കറുപ്പസ്വാമി എന്നിവരാണ് അറസ്റ്റിലായത്. സെപ്റ്റംബർ 7-നാണ് സംഭവം നടന്നത്. ബാലമുരുകനും ഭാര്യ രാജലക്ഷ്മിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതോടെ ബാലമുരുകൻ മറ്റൊരു വിവാഹം കഴിച്ചു. ഇതിന്റെ പേരിൽ മകൻ ശ്രീകാന്ത് മദ്യലഹരിയിൽ പിതാവുമായി വഴക്കുണ്ടാക്കുക പതിവായിരുന്നു. സ്വത്താവശ്യപ്പെട്ടുള്ള തർക്കത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റവും മർദ്ദനവും നടന്നിരുന്നു. ഇതിനിടെയാണ് ശ്രീകാന്തിനെ കാണാനില്ലെന്നു കാട്ടി രാജലക്ഷ്മിയും ബാലമുരുകനും പോലീസിൽ പരാതി നൽകിയത്. മകനെക്കുറിച്ച് വിവരം ലഭിക്കാത്തതിനാൽ രാജലക്ഷ്മി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ 2026 ഏപ്രിലിൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഇതോടെ ബാലമുരുകന്റെ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീണ്ടു. ബാലമുരുകന്റെ സുഹൃത്തായ അലക്സിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വയൽപ്പതിയിലെ മുല്ലപ്പെരിയാർ നദിക്ക് സമീപത്തുള്ള ശ്മശാനത്തിൽ വെച്ച് ശ്രീകാന്തിനെ 3 ചേർന്ന് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കശാപ്പ് കത്തി ഉപയോഗിച്ച് മൃതദേഹം കഷ്ണങ്ങളാക്കി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. മൃതദേഹം വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച കത്തി തേനി മധുര റോഡിൽ താമരക്കുളത്ത് താൻ എറിഞ്ഞതായി അലക്സ് പോലീസിനോട് സമ്മതിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവർ ഉപേക്ഷിച്ച 2 കത്തികൾ കണ്ടെടുത്തു. ശരീരഭാഗങ്ങൾ എവിടെയും കണ്ടെത്താനായിട്ടില്ല. കൊല ചെയ്യാൻ ഉപയോഗിച്ച 2 കത്തികൾ തേനി മധുര റോഡിലെ താമരക്കുളം ഭാഗത്തു നിന്നും പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തമിഴ്നാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.